ഹിന്ദിയിലെ ദോ പറച്ചിൽ എപ്പോൾ, എവിടെ, എങ്ങനെ, ഏതൊക്കെ വാക്കുകളുടെ കൂടെ ഉപയോഗിക്കാം അത് നമുക്ക് നോക്കാം. ദോ പല വിധത്തിലാണ് ഉപയോഗിച്ചു വരുന്നത്. നൗണിനോടുകൂടെ, നാമത്തോടുകൂടെ, ക്രിയയോടുകൂടെ, വേർബിനോടുകൂടെ ഉപയോഗിച്ചു വരുന്ന ഈ ദോ ഉച്ചാരണം എങ്ങനെയാണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ വേണ്ടിവരും. ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. സംഖ്യ കാണിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടു പേര്, ദോ ലോഗ്, ദോ ആദ്മി, രണ്ടു മനുഷ്യർ, ഇങ്ങനെ ദോ ബുക്സ്, രണ്ട് പുസ്തകങ്ങൾ, ഇതൊക്കെ നൗണിനോടുകൂടെ വരുമ്പോഴുള്ള ഉദാഹരണങ്ങളാണ്. ദോ ദിൻസെ മേ ദേഖ് രഹാ ഹൂം, 2 ദിവസങ്ങളായിട്ടുണ്ട്, 2 ദിവസങ്ങളൊക്കെ ആയി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദോ ദിൻസെ 2 ദിവസങ്ങൾ ആയിട്ട്. ദിവസങ്ങൾ ഇവിടെ നൗണാണല്ലോ. വസ്തുക്കളാകാം, ദിവസങ്ങളാകാം, മാസങ്ങളോ വർഷങ്ങളോ ആഴ്ചകളോ ഒക്കെ ആകാം. ദോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ 2 എന്ന അർത്ഥത്തിലാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ക്രിയയായിട്ട് ഉപയോഗിക്കാം. ക്രിയയുടെ ഫസ്റ്റ് ഫോം പോലെ നമുക്ക് ഉപയോഗിക്കാം. ദോ, താ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോഴും നൗണ് വരും. എന്താണ് വേണ്ടത് അത് പറയാം. ഒരു പേനയാണ് വേണമെങ്കിൽ പേനയ്ക്ക് കലം, കലം ദോ, പേന. താ, കിതാബ് ദോ, പുസ്തകം താ. അപ്പോൾ ഒരു നൗണായി ഒരു ക്രിയാശബ്ദമായിട്ട് ഈ ദോ ഉപയോഗിച്ചു നമുക്ക് പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു, അപ്പോൾ മറ്റെന്തെങ്കിലും തടസ്സം ഒരാൾ ചെയ്യുമ്പോൾ, അപ്പോൾ എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പോകണം, എനിക്കത് കാണണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ദേക്കിനെ ദോ, കാണട്ടെ, എനിക്ക് കാണണം, എന്നെ അനുവദിക്കൂ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ആ ദോയുടെ ഉച്ചാരണത്തോടുകൂടി പറയും. അപ്പോൾ പോകാൻ സമയമായിട്ടും വിടാതിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കൂട്ടുകാരോട് പറയും, മുജേ ഞാനതോ, ഞാൻ പോകട്ടെ, ഇതുവരെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ഞാൻ പോട്ടെ, എന്നെ വിടൂ, എന്നെ പോകാൻ അനുവദിക്കൂ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ദോ ഉച്ചാരണത്തോടുകൂടി ഒരാള് ഒരു കാര്യം മറ്റൊരാളോട് വളരെ സീരിയസ് ആയിട്ട് പറയുന്നു. കേൾക്കുന്നയാള് അത് സാവകാശത്തിൽ കേൾക്കുന്നു. കേട്ടതിന് ശേഷം പറയുകയാണ്, ഞാനതോ നാ. അപ്പോൾ ആ കാര്യം പൊക്കോട്ടെ, വീട്, അത് കൂട്ടാക്കണ്ട, അത് കണക്കാക്കണ്ട, അതിവിടെ സ്റ്റോപ്പ് ആകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത്, ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരു കാര്യമായിരിക്കാം, അത് മുൻപോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തപ്പോൾ നമുക്ക് പറയാം ജാനദോ, പോട്ടെ, വീട്, ഇവിടെ വെച്ച് തീർന്നു എന്നുള്ള അർത്ഥത്തിലും ദോ ഉച്ചാരണത്തോടു കൂടി നമുക്ക് പറയാം. ഇങ്ങനെ ഹിന്ദിയിൽ നാം പറയുന്ന ദോ നൗണിനോടുകൂടെ അല്ലെങ്കിൽ ക്രിയയോടുകൂടെ വിവിധ രീതിയിൽ ഉപയോഗിച്ചു വരുന്നു. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആകാം, അല്ലെങ്കിൽ വസ്തുക്കളോടുള്ള ബന്ധത്തിലാകാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ക്രിയ ആയിരിക്കാം, ഒരു കാര്യത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. വിവിധ രീതിയിൽ ദോ എന്ന ഉച്ചാരണത്തിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയും.